ഗൈസ്, ഞാൻ ഇന്ന് DSLA എന്ന മൂവിയെ കുറിച്ച് പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ മൂവി പോയി കണ്ടിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൂവി. അതോടൊപ്പം തന്നെ എൻ്റെ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രണവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറേ ഹൊറർ സീൻസ് ഉണ്ട്. ആ ഹൊറർ സീൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും, പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല. കാരണം ഞാൻ ഇന്തോനേഷ്യനും ജാപ്പനീസും ഒക്കെ ഞാൻ ഇരുന്ന് കാണുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പേടി തോന്നിയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതേപോലത്തെ ഫിലിംസ് വരുന്നതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഇനിയും ഇതുപോലത്തെ ഫിലിംസ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ പണ്ടത്തെ ഹൊറർ ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള സാരി എടുത്ത് പല്ലും തല്ലി വരുന്ന പ്രേതമാണ്. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്ന ഹൊറർ ഫിലിംസ് എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഈ സിനിമകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു മൂവി ഇറങ്ങിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഭൂതകാലവും ഈ മൂവിയും തമ്മിൽ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ഭൂതകാലമാണ്. വേണം അവസാനത്തെ 15 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭൂതകാലമാണ് ഗ്രേറ്റ്. പിന്നെ വന്നിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ആരും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ അതിലെ ഹൊറർ സീൻസ് നമുക്ക് പേടിയാവത്തുള്ളൂ കേട്ടോ. വേറെ ഒന്നും പറയാനില്ല കൊള്ളാം. പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഹൊറർ ഫിലിംസ് ഒക്കെ ഒരുപാട് കാണുന്നതാണ്. വേറെ ലാംഗ്വേജസിലൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പേടി തോന്നാത്തത്. ഇതൊന്നും കാണാത്തവരൊക്കെ ചെന്ന് ഇത് കാണുന്ന ടൈമിൽ അവർക്ക് എന്തായാലും പേടി തോന്നും കേട്ടോ. ശരി, ഓക്കെ, ബൈ.